നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനി മരിച്ചു. നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? ഞാനെന്റെ കൺമുന്നിൽ കണ്ടതാ. ശാലിനിയെ വണ്ടി വന്നിടിച്ചിട്ട് തലയിടിച്ച് റോഡ് വീണിട്ട് ശാരദയുടെ മടി കിടന്നിട്ടാ ശാലിനി മരിച്ചു. എപ്പോ? ഞാൻ ഇപ്പൊ കണ്ടതാ. ചെയ്യേണ്ടത് എന്താണെന്ന് അപ്പപ്പോ ഫോൺ ചെയ്ത് പറയാം ഞാൻ. തിരിച്ചിങ്ങോട്ട് ചോദ്യങ്ങളൊന്നുമില്ലാതെ അനുസരിച്ചാ മാത്രം മതി. പിന്നെ സത്യാമ്മയുടെ വീട്ടിൽ ഒരില അനങ്ങിയ പോലും ആ കാര്യം ഞാൻ അറിഞ്ഞിരിക്കണം. അപ്പോ ഡീൽ. ഹർഷന് നിനക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ? ശരി. ഇവളത് എവിടെ പോയി? ശാലിനി ശാലിനി മോളെ മോളെ ശാലിനി 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 വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, എന്ത് പറ്റിയെന്ന് പറ. വിഷ്ണുട്ടാ, ശബ്ദം കേട്ടാ അവരെല്ലാരും എഴുന്നേറ്റ് വരും. എന്താ പറ്റിയെന്ന് പറ. അയ്യോ വിഷ്ണുട്ടാ, വിഷ്ണു വിഷ്ണു എന്താടാ വിഷ്ണു? എന്താടാ
എന്താ ഏ ശാലിനി എന്താന്ന് പറയടാ. ശാലിനി ഏ മോളെ കുറച്ച് വെള്ളം അങ്ങ് എടുത്തേ. എടുക്കാം. എന്താ മോനെ പറ്റിയത്? ഏ? ഇത് പിടിക്കും മോളെ. എടാ എന്താണ് നിനക്ക് പറ്റിയത്? വിഷ്ണു എന്ത് പറ്റിയടാ നിനക്ക്? ശാലിനി മരിച്ചമ്മ. ശാലിനി മരിച്ചെന്നോ? നിന്നോട് ആരാടാ ഇതൊക്കെ പറഞ്ഞത്? ഞാനെന്റെ കൺമുന്നിൽ കണ്ടതാ. ശാലിനിയെ വണ്ടി വന്നിടിച്ചിട്ട് തലയിടിച്ച് റോഡ് വീണിട്ട് ശാരദയുടെ വണ്ടി കിടന്നിട്ടാ ശാലിനി മരിച്ചു. എപ്പോ? ഞാൻ ഇപ്പൊ കണ്ടതാ. അതിന് നീ ഇപ്പൊ എവിടെ പോയതാ? എടാ നീ ഇവിടെ കിടന്ന് ഉറങ്ങല്ലായിരുന്നോ? അതിനിടയിൽ എങ്ങനെയാ നീ ശാലിനിയെ വണ്ടി ഇടിക്കുന്നത് കണ്ടത്? ശാലിനി എടാ ശാലിനി അവിടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. അത് വിഷ്ണുട്ടൻ എന്തോ പേടി സ്വപ്നം കണ്ടതാ സത്യാമ്മ. എനിക്ക് കുറച്ച് വെള്ളം വേണം. മോളെ വെള്ളം എടുത്തു കൊടുക്ക. അയ്യോ എടാ നീ ഇപ്പോഴും അവളെ പറ്റിയുള്ള വിചാരം വിട്ടില്ലേ? ഉറക്കത്തിൽ പോലും അവളെ പറ്റിയാണോ അവിടെ ചിന്ത നിനക്ക്? സ്വപ്നം കണ്ടതമ്മേ. സ്വപ്നങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും ആർക്കെങ്കിലും? എടാ ആ സ്വപ്നം ഇനി വേണ്ടാന്ന്. ദേ ഈ നിൽക്കുന്നില്ലേ ഇവളാ ഇനി നിന്റെ സ്വപ്നം. അമ്മേ പക്ഷെ ഞാൻ പറഞ്ഞു. എടാ നിന്നെ ചതിച്ചിട്ട് മറ്റാരുടെ കൂടെ പോയവളാ അവള്. അവള് നിന്റെ സ്വപ്നത്തിൽ പോലും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടാ നിനക്ക് വേറെ എന്തെല്ലാം ഉണ്ട് ചിന്തിക്കാൻ? നിന്നെ കുറിച്ച്, നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ അമ്മയെ കുറിച്ച്, ഈ കുടുംബത്തെ കുറിച്ച്, വേറെ എന്തെല്ലാം. അമ്മ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ശാലിനിക്ക് ഒരു ആപത്ത് വരുന്നതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എടാ അവൾക്ക് നല്ലതോ ചീത്തയോ വരട്ടെ, അതിന് നിനക്കെന്താ? ചേട്ടാ അവളെ വണ്ടി ഇടിച്ചാലും മരിച്ചാലും നിനക്കെന്താ? അമ്മേ! വിഷ്ണു നീ അവളെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ചു. നീ താലി കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി ഇവിടെ നിൽക്കുമ്പോ അവളെ പറ്റി പറഞ്ഞു കരയാൻ നിനക്ക് നാണമില്ലടാ. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കടാ. മോളെ ശ്യാമേ വാ വാ മോളെ പോകാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.